ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു മധുരമുള്ള റെസിപ്പി ആക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റോളം. പിന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു പായസമാണ് ആക്കുന്നത് കേട്ടോ. അരി വെച്ചിട്ട് ഒരു കാരമലൈസ്ഡ് അരിപ്പായസമാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആഴമില്ല ഡെപ്തുള്ള കുക്കർ എടുക്കണം. അതുപോലെ നിങ്ങൾ ചോറൊക്കെ ആക്കുന്ന കുക്കറായിരിക്കണേ, കറി ആക്കുന്ന കുക്കർ എടുക്കരുത് പാൽ പായസം ആക്കുമ്പോൾ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച അരി ഒരു അര ഗ്ലാസ് അരിയാണ് കേട്ടോ ഇത്. അത് നന്നായിട്ടൊന്ന് ഈ നെയ്യിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി. എനിക്കിത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് കറക്റ്റായിരിക്കും. ഞാൻ പൊതുവേ കുറച്ച് മധുരം കുറവ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്കൊരു 1.25 കപ്പ് തന്നെ ധാരാളം മധുരം തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ അരി നമ്മൾ പഞ്ചസാരയും നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊന്ന് കാരമലൈസ് എടുക്കുക വേണ്ട ഈ ഷുഗറിനെ. എന്ന് വെച്ചാൽ ഷുഗർ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഈ അരി ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ഒരു കളറ് വരെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കളറാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്യുക. ആദ്യം ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കി പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇച്ചിരി ഈ നമ്മുടെ തവിയിലും ഒക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ, അത് സാരമില്ല. അപ്പം ബാക്കി പാലും ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്യാം മെല്ലെ ആയിട്ട്. അപ്പോൾ ഫുൾ 1 ലിറ്റർ പാല് അര ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അതിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇത് അടച്ചിട്ട് വേവിക്കുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റും നല്ലൊരു കളറുമാണ് കേട്ടോ. ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ പോലെ നമ്മളെ അമ്പലപ്പുഴ പായസം എന്നൊക്കെ പറയില്ല, ആ ഒരു ടെക്സ്ചറിൽ ആ ഒരു കളറിൽ കിട്ടും നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഞാൻ 2 വിസിലേ വെച്ചിട്ടുള്ളൂ. 2 വിസിലാകുമ്പോഴേക്ക് ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റീമൊക്കെ മാറിയിട്ട് ഇതുപോലെ തുറന്ന് നോക്കുമ്പം ഈ ഒരു കളറിലാണ് നമുക്ക് നമ്മുടെ പായസം കിട്ടുക. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതാ കണ്ടോ, ഈ കൊഴുപ്പൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അരി വെന്ത് കിട്ടും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. 2 വിസിൽ വെച്ചാൽ പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലാക്കാൻ പറ്റിയൊരു പായസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ആക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ ഒരു മധുരം ഒത്തിരി നാളെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ട്, അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.